ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മലേഷ്യൻ ട്രിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേ ആണിന്ന്. ഇന്ന് ഞങ്ങൾ വിചാരിച്ചു സ്വിമ്മിംഗ് പൂൾ ഏറ്റവും ടോപ്പിൽ, ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഏറ്റവും ടോപ്പിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ വന്ന ദിവസം അറിയാതെ ഞങ്ങളുടെ വായിൽ നിന്ന് വീണുപോയി ഇതിൻ്റെ ടോപ്പിൽ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളുണ്ട് എന്നുള്ള കാര്യം. അന്ന് മുതൽ തുടങ്ങിയതാണ് എപ്പോഴാണ് പൂളിൽ കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് 11:30-ക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം മോർണിംഗ് ഒരു 7 o'clock ആയപ്പോഴത്തേക്കും ഇവരെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറക്കി കുറച്ച് നേരം അവരവിടെ നിന്ന് കളിച്ചു. 2 പൂളായിട്ടാണ്. അപ്പോൾ കിഡ്സിനൊരു പൂള്, വലിയവർക്ക് സെപ്പറേറ്റ് പൂള്. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന ഏറ്റവും ടോപ്പിലായിരുന്നല്ലോ. ഞാൻ അവിടെ നിന്ന് ചുമ്മാ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു. ഒരാഴ്ച പെട്ടെന്ന് കഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങളുടെ ഇതിപ്പം ഫ്രൈഡേ, ഞങ്ങൾ മൺഡേ ആയിരുന്നു വന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫ്രൈഡേ ആയി. മലേഷ്യയിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി വളരെ എൻജോയ് ചെയ്ത ഒരു അടിപൊളി ട്രിപ്പ് തന്നെ ആയിരുന്നു ഇത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളും കൂടെ എൻജോയ് ചെയ്തിട്ട് നമ്മളാരും ഇറങ്ങിയില്ല, കുട്ടികൾ മാത്രം ജസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുറേ നേരം കളിച്ചു. അതിനുശേഷം ഇനി നേരെ എല്ലാം പാക്ക് ചെയ്ത് 11:30 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. നൈറ്റ് 8:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ നമ്മൾ ഫ്രീ ആണ്. 11:30-ക്ക് പോയിട്ട് ചുമ്മാ ഇനി എയർപോർട്ടിലൊക്കെ ചുമ്മാ തെണ്ടിത്തിരിഞ്ഞ് നടക്കണം. കുറേ നേരമൊക്കെ വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു കയറും, നമുക്ക് പോകേണ്ട ടൈമായി എന്നൊക്കെ. പക്ഷേ ഭയങ്കര പാടാണ്. കുട്ടികൾക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഒരു വെള്ളത്തിൽ നിന്ന് തിരിച്ച് കയറ്റാനാണ് ഭയങ്കര പാട്. എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനം ഞങ്ങൾ ഒരു വിധത്തിൽ 2 പേരെയും കരയിൽ കയറ്റിയെന്ന് പറയാം. അപ്പോൾ 11:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. അതിനു മുമ്പ് കുറച്ച് പാക്കിങ്ങും കൂടെ ഒക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാമൊക്കെ പാക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ. അപ്പോൾ പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. അറൗണ്ട് ഒരു 1 hour ഞങ്ങളിവിടെ സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്തു. ഇനി റൂമിൽ ചെന്നിട്ട് എൻ്റെ പെട്ടി ഒന്ന് നോക്കണം. കാരണം എനിക്ക് ഭയങ്കര ഡൗട്ടാണ്, ഞാനെല്ലാം എടുത്തോ എന്നുള്ളത്. ഒരു മൾട്ടിപ്പിൾ ടൈംസ് അതൊന്ന് റീചെക്ക് ചെയ്ത് എൻഷുർ ചെയ്യാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. 11:30 ചെക്കൗട്ട് ടൈമിൽ തന്നെ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് താഴെ വിസിറ്റിംഗ് ഏരിയയിൽ വന്നിരുന്നു. കാരണം നമ്മൾ പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ നമ്മുടെ ഒരു ഫ്രണ്ട് വരാനുണ്ടായിരുന്നു, അവരെ ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വിസിറ്റിംഗ് ഏരിയയിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു 10-20 മിനിറ്റ് വിസിറ്റിംഗ് ഏരിയയിൽ ഇരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിരുന്നു. പിന്നെ കുറച്ച് നേരം അവരോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിലും നല്ലത് എയർപോർട്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണല്ലോ. അവിടെ ആകുമ്പോൾ പിന്നെ കുറേ കടകളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പം ഞങ്ങൾ പിന്നെ നേരെ ക്യാബ് വിളിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഞങ്ങൾ ക്യാബ് 2ആയിട്ടാണ് വിളിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 പ്രാവശ്യം ഞങ്ങൾ ക്യാബ് വിളിച്ചപ്പം മോർ ദാൻ 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ ക്യാബിൽ കയറാൻ സമ്മതിക്കില്ല, അവർ ക്യാൻസൽ ചെയ്യാൻ പറയും. അപ്പോൾ കുട്ടികളെ അവർ അഡൾട്ടായിട്ട് തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പം മോർ ദാൻ 5 ഉണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങളുടെ റൂൾ ഇവിടെ ഇതാണ്. പക്ഷേ ചിലർ സമ്മതിക്കും കേട്ടോ, ചിലർ സമ്മതിക്കില്ല. പാച്ചുവിന് നല്ല സങ്കടമായി. ഞങ്ങൾ 3 പേരും ആദ്യത്തെ ക്യാബിൽ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും എയർപോർട്ടിലേക്ക് 1 മണിക്കൂറിൽ കൂടുതൽ ട്രാവലുണ്ട്. മിന്നു കാറിൽ കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കത്തിലായി. ഞാൻ കുറച്ച് നേരമൊക്കെ വീഡിയോസൊക്കെ എടുത്തു. എന്തുമ്പോൾ ഇവിടുത്തെ റോഡൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. കുണ്ടുമില്ല കുഴിയുമില്ല. നമ്മുടെ നാട്ടിലെ റോഡൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ സ്വർഗ്ഗമാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. പേ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇനി അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവരുടെ വണ്ടി കുറച്ചും കൂടെ ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പം നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ പോയിട്ടിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിൽ പോയി കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കാണ് അവരെത്തിയത്.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവരും വന്നു. അപ്പോഴത്തേക്ക് തന്നെ സമയം ഓൾമോസ്റ്റ് ഉച്ചയായി. നല്ല വിശപ്പായി. ഞങ്ങൾ മലേഷ്യയിൽ വന്ന ദിവസം ഈ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ വീണ്ടും വന്നു. കാരണം അവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു. എനിക്ക് പേഴ്സണലി മലേഷ്യയിലെ ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെയാണ്. റൈസും ഒക്കെ കിട്ടും. എനിക്ക് പേഴ്സണലി റൈസിനോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫുൾ ഒരു ചുറ്റിക്കാണലായിരുന്നു കേട്ടോ. കുറേ സമയം ഈ എയർപോർട്ടിൻ്റെ അകത്തുള്ള പല പല ഷോപ്പുകളിൽ കയറി ഇറങ്ങുക, സാധനങ്ങൾ നോക്കുക. പിന്നെ മിന്നുവിന് ടോയ്സ് വേണം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഏതൊക്കെയോ കടയിൽ കയറ്റി. അപ്പോൾ ഞങ്ങൾ ഒരു 5 റിങ്കറ്റ്സ് കൊടുത്തിട്ട് 5 റിങ്കറ്റ്സിന് എന്താണോ കിട്ടുന്നത് അത് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 5 റിങ്കറ്റ്സിന് വാങ്ങിച്ച ഒരു ഐറ്റമാണ് കയ്യിലിരിക്കുന്ന ആ വൈറസ് പോലത്തുള്ള ഒരു ഐറ്റം. അങ്ങനെ കുറേ സമയം എയർപോർട്ടിൻ്റെ അകത്തുള്ള പല പല ഷോപ്പിൽ കയറി ഇറങ്ങി പല പല സാധനങ്ങൾ നോക്കി ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നേ. അങ്ങനെ ഞാൻ ഈ ഒരു ഷോപ്പ് കണ്ടു, ഓറിയൻ്റൽ കോപ്പി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നല്ല ക്യൂ ആയിരുന്നു. അപ്പം ക്യൂ ആയിരുന്നെന്ന് പറഞ്ഞപ്പോൾ വേറെ ആരും കയറാൻ എല്ലാവർക്കും ഒരു മടി, ക്യൂ നിന്ന് കയറണമല്ലോ എന്ന്. അപ്പോൾ എനിക്ക് പക്ഷേ എന്തായാലും ഈ ഒരു കോഫി കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്തായാലും ക്യൂ നിന്നാലും സാരമില്ല, ഇതെന്തായാലും കഴിക്കാമെന്ന്. മീൻസ് എക്ടാർട്ടും അതേപോലെ തന്നെ കോപ്പി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ജിജ്ഞാസ വരുമല്ലോ നമുക്ക്. അങ്ങനെ ഞാനും ശ്രുതിയും കൂടെ തീരുമാനിച്ച് ഇനി നമ്മൾ മലേഷ്യയിൽ എന്നെങ്കിലും ഒരു കാലത്ത് വന്നാലല്ലേ, എന്തായാലും ആ ഒരു ആഗ്രഹം ബാക്കി വെച്ചിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എന്തായാലും കോഫി കുടിക്കാം, ഒരാഗ്രഹമല്ലേ, അത് ഇനി സാധിച്ചില്ല എന്ന് വേണ്ട, അതും കൂടെ സാധിച്ചിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി. ഞങ്ങളുടെ കൂടെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന പോലെ ഞങ്ങളുടെ പിള്ളേരും അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി എക്ടാർട്ടും അതേപോലെ തന്നെ കോഫിയും പറഞ്ഞു. ഞങ്ങളുടെ കയ്യിലുള്ള റിങ്കറ്റ്സ് എല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം കഴിഞ്ഞല്ലോ, ഒരാഴ്ചത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് ക്യാഷ് ഉണ്ട്. പക്ഷേ എന്നാലും ഞങ്ങളുടെ കയ്യിലുള്ള റിങ്കറ്റ്സ് കുറവായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി കയറി. ഞങ്ങളെന്തായാലും കോഫി അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്ര രുചിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇച്ചിരി നല്ല കയ്പ്പാണ്. പക്ഷേ വേൾഡിലെ നല്ല ഫേമസ് കോഫിയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചത്. റെക്കോർഡൊക്കെ കിട്ടിയ കോഫിയാണെന്ന് പറഞ്ഞിട്ടാണ്. കുഴപ്പമില്ലായിരുന്നു. നെക്ടാർട്ട് സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ആ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു. അവിടെ വരെ ചെന്നിട്ട് ഇനി അത് കുടിക്കാതെ വന്നു കഴിഞ്ഞാൽ അയ്യോ ഒരു വിഷമമായിരിക്കുമല്ലോ. അങ്ങനെ ഓറിയൻ്റൽ കോപ്പി ഷോപ്പിൽ നിന്ന് കോഫിയും എക്ടാർട്ടും കഴിച്ച് സംതൃപ്തിയായി എനിക്ക്. അങ്ങനെ വീണ്ടും സമയം ബാക്കിയായിരുന്നു. വീണ്ടും ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ തന്നെ ചുറ്റിക്കറക്കിക്കൊണ്ടേ നടന്നു. അങ്ങനെ ഞങ്ങളുടെ ബാഗ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ അവൈലബിൾ ആണ്. എന്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം പെർഫ്യൂം ആണെങ്കിലും അതേപോലെ തന്നെ ലിക്കറാണെങ്കിലും ടൊബാക്കോ ആണെങ്കിലും ഫാഷൻ ആണെങ്കിലും എന്തും എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാഗ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ഫ്ലൈറ്റിന് സമയമായി. എയർ ഏഷ്യയിലാണ് തിരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കോലാലംപൂരിൽ നിന്ന് തിരുച്ചിറപ്പള്ളി എയർപോർട്ടിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 hours ട്രാവലാണ്. ഒരു 8:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കോലാലംപൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നൈറ്റ് ഒരു മിഡ് നൈറ്റ് ആകുമ്പോഴത്തേക്ക് തിരുച്ചിറപ്പള്ളിയിലെത്തും. എയർ ഏഷ്യക്കകത്ത് ഭയങ്കര പുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും ഇപ്രാവശ്യം പല പല സീറ്റിലായിരുന്നു. ഇങ്ങോട്ട് വരാൻ നേരം ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വേറെ സീറ്റിലും അവർ 2 പേരും വേറെ സീറ്റിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. ഫ്ലൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മലേഷ്യ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരാഴ്ച വെക്കേഷൻ സൂപ്പറായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് പ്ലേസസിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. എല്ലാം നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് പോയത്. 5 days എന്ന് പറയുമ്പം അത്യാവശ്യം എല്ലാം നമുക്ക് റിലാക്സ് ആയിട്ട് ഓരോ പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ധൃതിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ എല്ലാ ട്രിപ്പും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. സാധാരണ എല്ലാ വീഡിയോസിലും ഞാൻ
റെക്കോർഡ് ചെയ്തിട്ട് അത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിന് എനിക്കൊരു സുഖം തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. പക്ഷേ എനിക്കപ്പോൾ എന്തോ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തോന്നി കേട്ടോ. ഈ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് നമ്മൾ ലൈവായിട്ട് കണ്ട് നമ്മളൊരു കഥ പറയുന്നത് പോലെ പറയുമല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻസും പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.